വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും 7.5 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. പെരിങ്ങാല കാണിനാട് ബസ് റൂട്ടിൽ നിന്ന് വെറും 500 മീറ്റർ മാറി കാണിനാട് ജംഗ്ഷൻ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന് 4 സെൻറ്റ് സ്ഥലത്ത് 1400 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളായിട്ടാണ് വരുന്നത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ ഉണ്ട് എന്നതാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. നല്ലൊരു വില്ല പ്രൊജക്റ്റിനുള്ളിലായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സി എലിവേഷനാണ് നൽകിയിരിക്കുന്നത്. എലിവേഷന് ഭംഗി നൽകുന്ന ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനും കൂടാതെ ക്ലാഡിംഗ് ടൈലുമാണ് വന്നിരിക്കുന്നത്. 4 മീറ്ററോളം ഇൻറ്റേർണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വില്ല വരുന്നത്. ടാർ റോഡ് ഫ്രണ്ടേജാണ് വില്ല. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഭംഗിയായി സ്ക്വയർ ട്യൂബ് ഡിസൈനൊക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. 5.2 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഗേറ്റ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. എലിവേഷൻ വടക്ക് ദർശനമായും മെയിൻ ഡോർ പടിഞ്ഞാറ് ദർശനമായുമുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഫസ്റ്റ് കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. 15.5 അടി നീളവും 11.5 അടി വീതിയുമാണ് ഇവിടെയായിട്ട് വരുന്നത്. പിന്നീട് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡായ വടക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ 9.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയും നമുക്ക് വലിയൊരു SUV കാർ പാർക്കിംഗ് സൗകര്യം ലഭിക്കുന്നതാണ്. ഈ വീടിന് കുടിവെള്ളത്തിനായി കോമൺ കിണറും KW വാട്ടർ കണക്ഷനുമാണ് ഉള്ളത്. എലിവേഷന് ഭംഗി നൽകാനായി ഈ ഒരു ഫ്രണ്ട് സൈഡ് വാൾ ക്ലാഡിംഗ് ടൈലാണ് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 2.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്ത് മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 4.5 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയാണ് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ട് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 4 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയും മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ 4 സൈഡിലും അത്യാവശ്യം സ്പേസ് നൽകി തന്നെയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി മാറ്റ് ഫിനിഷ് സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. 6.5 അടിയോളം നീളവും 5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഈ ഒരു സൈഡിലായിട്ട് 2-3 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഷൂറാക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ മഹാഗണിയിൽ 2 പാളികളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ളൊരു ഡിസൈനിൽ തന്നെയാണ് മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് 12.5 അടിയോളം നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് വലിപ്പമുള്ളൊരു വിൻഡോയും ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വലുപ്പമുള്ള ഒരു കോർണർ സോഫ തന്നെ നമുക്ക് ഈ ഒരു സ്പേസിൽ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഒരു കോഫി ടേബിൾ വന്നാൽ പോലും മൂവ്മെൻറ്റിന് ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. ഈ ഒരു സൈഡിലേക്കാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായി ഇൻവെർട്ടർ എന്നുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള പോർഷൻ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് TV യൂസ് ചെയ്യുകയാണെങ്കിൽ ലിവിംഗ് സ്പേസിലും അതേപോലെ തന്നെ ഡൈനിങ് സ്പേസിലും ഒരേ സമയം നമുക്ക് TV കാണാൻ പറ്റുന്നതാണ്. ഡൈനിങ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോർണറിലായിട്ടാണ് താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ വാഷ് കൗണ്ടറാണ്. ഇനി പൈപ്പ് ഫിറ്റിങ്സ് ഒക്കെ വരാനുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പാർട്ടീഷനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. ഈ ഒരു സ്പേസാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് ആയിട്ട് വരുന്നത്. 15 അടി നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 8 സീറ്റർ അല്ലെങ്കിൽ ഒരു 12 സീറ്റർ വരെ ഡൈനിങ് ടേബിൾ നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയും ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. ഈ ഒരു പോർഷൻ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. ഭംഗിയുള്ള സീലിംഗ് ലൈറ്റ് ഒക്കെ കൊടുത്ത് നമുക്ക് ഈ ഒരു ഏരിയ ഭംഗിയാക്കാവുന്നതാണ്. ഈ വീട്ടിൽ വീഗാർഡിൻ്റെ വയസ്സും GMൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണിലുള്ള ടൈലാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ഡോർ വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്.
സൗത്ത് ഈസ്റ്റ് കോർണറിലായി വരുന്ന ഈ ഒരു കിച്ചണിന് 10.5 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പോർഷൻ വന്നിരിക്കുന്നത്. ഈസ്റ്റിലേക്ക് ഒരു 4 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് നാനോ വൈറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് വലുപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ധാരാളം പവർ പോയിന്റുകൾ ഈ ഒരു കിച്ചണിന് നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു കിച്ചണിന് മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വലുപ്പമുള്ള ഒരു ഫ്രിഡ്ജിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടും നമുക്ക് പവർ പോയിന്റ് ലഭ്യമാണ്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിൻ്റെ ഡോർ സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോ നൽകിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഈ ഒരു ബാത്റൂമിന് എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. കയറി വരുമ്പോൾ തന്നെ വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പോർഷനും ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 10.5 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ തന്നെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയും വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിലും വാഷ് കൗണ്ടറും വാട്ടർ ക്ലോസറ്റും എല്ലാം തന്നെ സെറയുടെയാണ് വരുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പോർഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. ത്രെഡെല്ലാം തന്നെ മാറ്റ് ഫിനിഷ് ടൈലാണ് വന്നിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ MS വുഡും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ലാൻഡിംഗ് വരെ 2 സൈഡിലും ഹാൻഡ് റെയിൽ വരുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് റൈറ്റ് സൈഡിൽ മാത്രമായിട്ടാണ് ഹാൻഡ് റെയിൽ വരുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെപ്പ് വന്നിരിക്കുന്നത്. കൂടാതെ സ്റ്റെയർ കയറി വരുമ്പോൾ സ്റ്റെയറിനോട് ചേർന്ന വോളിലായിട്ട് കിഴക്ക് ഭാഗത്തേക്ക് ഒരു 3 ഡോർ വിൻഡോയും വരുന്നുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ എത്തിച്ചേരുന്നത് സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിങ്ങിലേക്കാണ്. 13 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് അല്ലെങ്കിൽ ഓപ്പൺ ടെറസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ട് നമുക്കൊരു 2 പവർ പോയിന്റ് കിട്ടുന്നുണ്ട്. ഒരു സ്റ്റഡി ടേബിളോ അല്ലെങ്കിൽ ഒരു ഓഫീസ് ടേബിളോ ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെയായിട്ട് നമുക്കൊരു പവർ പോയിന്റ് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 10.5 അടിയിലേറെ നീളവും 10.5 അടിയോളം വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. നോർത്തിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയാണ് വരുന്നത്. കൂടാതെ ഇവിടെയായിട്ടൊരു ഗ്രില്ല് വരുന്നുണ്ട്. നമുക്ക് ഹാൻഡ് റെയിൽ വെക്കുകയാണെങ്കിൽ ഇതൊരു ചെറിയ ബാൽക്കണി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയി ഈ ഒരു ബാത്റൂമിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പോർഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് അല്ലെങ്കിൽ ഓപ്പൺ ടെറസ് വരുന്നത്. 29 അടിയോളം നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. കവർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാർജ് സ്പേസ് ആണ് യൂട്ടിലിറ്റിക്കായി ലഭിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയറിനുള്ള പ്രൊവിഷൻ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ ബാൽക്കണി വരുന്നത്. 18.5 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. MS ഹാൻഡ് റെയിൽ വന്നിരിക്കുന്നത്. കൂടാതെ എലിവേഷന് ഭംഗി നൽകാനായി ഈ ഒരു ഭാഗത്തായിട്ട് ക്ലാഡിംഗ് ടൈൽ നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 500 മീറ്റർ, കാക്കനാടേക്ക് 10 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും 13 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 17 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 26 കിലോമീറ്റർ, കലൂരേക്ക് 17 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷനിലേക്ക് 11 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 4 സെന്റ് സ്ഥലത്ത് 1400 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോടുകൂടി ഈ വീടിന് ചോദിക്കുന്നത് 60 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും
കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.